കോടി കൊടുത്താലും എന്നെ കൂടെ കിടക്കാൻ കിട്ടില്ല. എൻ്റെ അല്ല, ഒരു സിനിമാ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു താരം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ആണുങ്ങൾ സൂക്ഷിക്കുക, ഈ ഷർട്ടിൻ്റെ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചുകൊണ്ട് വേണം നടക്കാനായിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ മുട്ടലുമായി ബന്ധപ്പെട്ടൊക്കെ, മുട്ടലെന്ന് ഉദ്ദേശിച്ചത് വാതിലിൽ മുട്ടലാണ്, ആ മുട്ടലുമായി ബന്ധപ്പെട്ടൊക്കെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 10 കോടിയൊക്കെ എനിക്കറിയില്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതല്ല, ആ 10 കോടിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്, അതിൻ്റെ വില ആരാ നിശ്ചയിക്കുന്നത്? ചേച്ചിയാണ്. അപ്പം എനിക്ക് എത്ര വില എന്നുള്ളത് എനിക്ക് നിശ്ചയിക്കും. അതെ, അവർക്ക് ആ 10 കോടി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കാണുന്ന നമുക്കത് 10 കോടി അവർക്കുണ്ട് ഇല്ലാന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്. ഓക്കെ, ഗൗതമിന്റെ വാതിൽ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ? ഗൗതം ആരുടെങ്കിലും വാതിലിൽ മുട്ടിയിട്ടുണ്ടോ? ഞാൻ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് മുട്ടലാണ്. കാരണം എൻ്റെ റൂമില്, ഞാൻ താമസിക്കുന്ന റൂമുണ്ടല്ലോ, ഞങ്ങള് ഷെയർ ചെയ്യുന്ന ബാത്റൂം കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ വാതിലിൽ മുട്ടാറുണ്ട്. കാരണം ഒരു പുള്ളി അപ്പുറത്ത് താമസിക്കുന്ന ഒരു പുള്ളി എപ്പോഴും ബാത്റൂമിലായിരിക്കും. ഞാനിപ്പോ ഈയിടെയായിട്ട് ഭയങ്കര മുട്ടലാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച മുട്ടൽ അതല്ല. വല്ല പെണ്ണുങ്ങളുടെ വാതിലിലും പോയി മുട്ടിയിട്ടുണ്ടോ? പെണ്ണുങ്ങളുടെ വാതിലില് മുട്ടിയിട്ടില്ല. ഇട്ടിട്ടില്ല. ഈ ടൈപ്പ് മുട്ടൽ മുട്ടിയിട്ടില്ല. ഏത് ടൈപ്പാണ് നീ ഉദ്ദേശിച്ചത്? ഹേമ കമ്മിറ്റിയിൽ പറയുന്ന മുട്ടലുണ്ടല്ലോ, ശല്യം ചെയ്യുന്ന മുട്ടൽ. അത് വിക്സ് വാങ്ങാനായിട്ട് രാത്രി 12 മണിക്ക് പാരസെറ്റമോൾ ഉണ്ടോ വിക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് മുട്ടുന്ന മുട്ടലാണ്. അല്ലാണ്ട് പ്രിയങ്കയുടെ വീഡിയോയിലേക്ക് വരാം. പ്രിയങ്കയുടെ വീഡിയോയെ ഇപ്പൊ നമ്മളൊരു തമാശ രൂപേണ പറയുന്നുണ്ടെങ്കിലും പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ അവരവരുടെ നിലപാടാണ് പറഞ്ഞത്. ആര് മുട്ടിയാലും അവർ പറഞ്ഞത് കുറ്റി അകത്താണ്, തുറക്കണോ വേണ്ടേ എന്ന് അകത്തുള്ളവർക്ക് തീരുമാനിക്കാം. അല്ലാതെ മറ്റൊരു റീലിൽ പറഞ്ഞ പോലെ എന്താണെന്ന് അറിയണമല്ലോ, മുട്ടിയത് എന്തിനാണെന്ന് അറിയണമല്ലോ. ഇന്നലെ 12 മണിക്ക് പോയപ്പോൾ ഇതാണ് നടന്നത്, എന്നാലും ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പോയി 1 മണിക്ക് വിളിച്ച്, അപ്പൊ ആ ഒരു പോയിന്റിലേക്കാണ് അത് വരുന്നത്. അതല്ലാതെ ചിലരെ ട്രാപ്പിൽ പെടുത്തി കുടിക്കാൻ കൊടുത്തതിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് മയക്കി കിടത്തിയും എല്ലാം ഉപയോഗിക്കുന്നതൊന്നും ആ ഒരു കാറ്റഗറിയിൽ വരില്ല. ഇത് പറഞ്ഞത് സ്ത്രീകൾ അറിഞ്ഞുകൊണ്ടുപോയി ഇതുപോലുള്ള സംഭവങ്ങളിൽ പെടുകയും അതിനുശേഷം പുരുഷന്മാരെ കുറ്റക്കാരാക്കി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെതിരെയാണ് അവർ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ലേ അത്? ഗൗതമിന് എന്താ തോന്നുന്നത് ഇത്തരം മുട്ടലുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ഒരു നിലപാടുകളെ കുറിച്ചും ഒക്കെ? കാരണം പുരുഷന്മാർക്കൊപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷൻ എന്ന രീതിയിൽ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ വിനായകൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്രചരിച്ചിട്ടുണ്ടായി. അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അതിൽ വിനായകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിനായകൻ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എനിക്കൊരു പെൺകുട്ടിയോട് താല്പര്യം തോന്നും, പ്രണയമല്ല, ലൈംഗികമായിട്ടൊരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് താല്പര്യം തോന്നും. ഞാൻ വളരെ മാന്യമായിട്ട് ഒരു ഉപദ്രവവും ചെയ്യാതെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് താങ്കളോട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട്, എന്താണ് മറുപടി? പെൺകുട്ടി ചിലപ്പോൾ യെസ് പറയും, നോ പറയും, നോക്കാം, എന്തും പറയും. ഇങ്ങനെ പോയി ചോദിക്കാൻ നമ്മളെ നാട്ടിലെ പുരുഷന്മാർക്ക് പല ആളുകൾക്കും ധൈര്യമില്ല. വളരെ മാന്യമായിട്ട് പോയി ചോദിക്കാൻ ധൈര്യമില്ല. അങ്ങനെ ധൈര്യമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടിയാണ് എന്ന് ഞാൻ പറയും. കാരണം ഇങ്ങനെ പുരുഷൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഇങ്ങനെ വന്ന് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ആകെപ്പാട് ഈ സെക്സ് എന്ന് പറയുന്നൊരു സാധനം വല്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നക്കാരനായിട്ടൊരു സാധനമാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇതിനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാണണം എന്നാണ് എനിക്ക് പറഞ്ഞത്. ഇപ്പോൾ ഒരു പുരുഷൻ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, താല്പര്യമില്ല ചേട്ടാ, താല്പര്യമില്ല, ആഗ്രഹമില്ല, ചേട്ടൻ വിട്ടോ, സ്ഥലം വിട്ടോ, ആ ഒരു മറുപടി മാത്രം മതി. അപ്പം ഇത് നമ്മൾ ഈ സെക്ഷൽ ഡ്രൈവ് എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇപ്പോൾ ഏതൊരു പഠനമോ അല്ലെങ്കിൽ കുറേ ആളുകൾ നിരന്തരമായിട്ട് പറയുന്ന ഒരു സാധനമാണ്, പുരുഷനെക്കാട്ടിയും കൂടുതൽ സെക്ഷൽ ഡ്രൈവ് ഉള്ളത് സ്ത്രീക്കാണ്. സ്ത്രീ പലപ്പോഴും അത് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവൾക്കത് പുറത്തു പറയാൻ ഈ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അവൾ അങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നാട്ടുകാർ ചിന്തിക്കുക, നാട്ടുകാരെന്താണ് പറയുക? അപ്പൊ അങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം നമ്മൾ പറയുന്നത്, ഇതിന് താഴെ ഒരു കമന്റ് വരും, 1 or 2 കമന്റ് വരുന്നത്, ഈ പറഞ്ഞവന്റെ ഒക്കെ അമ്മയോടോ പെങ്ങളോടോ ഇത് പോയി ചോദിച്ചാൽ ഇവനൊക്കെ വെറുതെ വിടുമോ?
വേറെ ഒരു വിഷയവും കിട്ടിയില്ല, വേറൊരു വിഷയം കിട്ടിയില്ല ചർച്ച ചെയ്യാൻ. ഇത്തരം വിഷയങ്ങൾ ചർച്ച പോലും അല്ല ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു സമൂഹം കടന്നു വരണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയമെടുക്കും. ആ ഒരു നിലയിലേക്ക് സമൂഹം എത്തണം. നമ്മളെ സമൂഹം ഇപ്പോഴും ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇതിനൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമായിട്ടാണ് അവർ കാണുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പാർവതി തിരുവോത്തും ഉർവശിയും അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായി, ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിന്റെ ഏറ്റവും അവസാനത്തേക്ക് വരുന്ന ഒരു സീനുണ്ട്. പാർവതിയുടെ കഥാപാത്രം സ്നേഹിച്ച പുരുഷൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് പാർവതി ഉർവശിയോടൊപ്പം കയറിപ്പോകുന്ന ആ സീനിൽ അവൻ പറയുന്നൊരു, അപ്പോഴാണെന്ന് തോന്നുന്നു അയാൾ പറയുമല്ലോ, നീ മറ്റൊരു പുരുഷനോടൊപ്പം കഴിഞ്ഞതിന് ശേഷവും ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലേ എന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിലാണ് പാർവതി തിരുവോത്തിന്റെ കഥാപാത്രം അയാളുടെ കൂടെ പോകണ്ട എന്ന് തീരുമാനം. ഈ പുരുഷന്റെ ആ ഒരു തോന്നൽ, ആ ചോദ്യം, ആ ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ടിപ്പിക്കൽ പുരുഷന്റെ ചിന്ത. അതായത് പുരുഷൻ എത്ര സ്ത്രീകളെ കൂടെ വേണമെങ്കിലും ബെഡ് ഷെയർ ചെയ്യാം, സെക്ഷൽ ലൈംഗിക റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ലൈംഗികപരമായി ഉള്ള കാര്യങ്ങൾക്ക് പോകാം. പക്ഷെ സ്ത്രീ, പ്രത്യേകിച്ച് അവന്റെ ഭാര്യ, അമ്മ, സഹോദരി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ എപ്പോഴും കുലസ്ത്രീകളായിരിക്കണം. ഒരു പുരുഷനിൽ മാത്രമേ പ്രാപിക്കാവൂ, ഒരു പുരുഷനോട് മാത്രമേ ലൈംഗികമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. പുരുഷനെ എത്ര സ്ത്രീകളുമായിട്ട് കാണുമ്പോൾ പ്രണയം തോന്നാം, ഇൻഫാച്വേഷൻ തോന്നാം, പിന്നെ കാമം തോന്നാം, ഏത് തലത്തിലേക്ക് വേണമെങ്കിലും ഉയരാം. പക്ഷെ സ്ത്രീ എപ്പോഴും ഇങ്ങനെ ഇടുന്ന വസ്ത്രധാരണത്തിൽ വ്യതിചലിച്ചു. എനിക്ക് ഇതിൽ ഒരു ആ സിനിമയ്ക്ക് വേറൊരു സിനിമയുടെ കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പത്മരാജന്റെ. അതില് ആ പെൺകുട്ടിയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതായത് ആ പെൺകുട്ടിയുടെ രണ്ടാം അച്ഛൻ പീഡിപ്പിച്ചു, പക്ഷെ എന്നിട്ടും അയാളുടെ പ്രണയത്തിന്റെ പുറത്ത് ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ ലക്ഷങ്ങളിൽ ഒരാളാണ് ആ സോളമൻ. അതെ, ലക്ഷങ്ങളിൽ ഒരാൾ മാത്രം. എഴുതിയത് പത്മരാജനാണ്. നമ്മള് പ്രിയങ്കയുടെ വീഡിയോയിലേക്ക് വരാം. അതെ, പ്രിയങ്കയുടെ വീഡിയോയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയുടെ നിലപാടുകൾ പ്രിയങ്ക കൃത്യമായി പറയുന്നുണ്ട്. ഒരാള് പ്രിയങ്കയുടെ ജീവിതം നശിപ്പിച്ചു, ഒരാളുടെ ജീവിതം താൻ നൽകിയ ദാനം എന്നാണ് പ്രിയങ്ക പറയുന്നത്. പക്ഷെ പ്രിയങ്കയ്ക്ക് വേണമെങ്കിൽ തുറന്നടിക്കാം, ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാം. കാരണം ആ നടനെ വേണമെങ്കിൽ തേജോവധം ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ചുകൾ കിട്ടും. പക്ഷെ പ്രിയങ്ക പറയുന്നത്, ഞാൻ ആ നടനെ അല്ല ഇപ്പോൾ നോക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കാര്യം. എന്നോട് ആ മോശമായി പെരുമാറിയ നടൻ സോറി പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലും എന്നെ ആ രീതിയിൽ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല അയാൾ. പക്ഷെ എങ്കിൽ പോലും ഞാൻ അയാളുടെ കുടുംബത്തെ, അതോടൊപ്പം നിൽക്കുന്ന കുറച്ചു പേരെയും ആ കുടുംബത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അത് അവരുടെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് എന്തെങ്കിലും പറയുമായിരിക്കാം. ഇപ്പോൾ എന്തായാലും ആ കാര്യത്തോടെ ഞാൻ കടക്കുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞത്, ഈ പ്രീത ചേച്ചി ആദ്യം പറഞ്ഞതുപോലെ വാതിലിൽ മുട്ടുന്നത്. എൻ്റെ കയ്യിലാണ് ആ വാതിലിൻ്റെ കുറ്റി അല്ലെങ്കിൽ വാതിലിൻ്റെ ലോക്ക് ഇരിക്കുന്നത്. അത് തുറക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇനി തുറക്കാം എന്ന് വിചാരിച്ച് തുറന്നു കഴിയുമ്പോൾ എൻ്റെ കൂടെ കിടക്ക പങ്കിട്ടാൽ മാത്രമേ നിനക്ക് അവസരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് അവസരം വേണ്ട. വേറെ എന്തെല്ലാം ജോലിയുണ്ട്. വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ഇറങ്ങിത്തിരിച്ചാൽ എന്തെല്ലാം ജോലി നമ്മുടെ നാട്ടിലുണ്ട്. അത് ചെയ്ത് ജീവിക്കാമല്ലോ. സിനിമ മാത്രമല്ലല്ലോ ജോലി, ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യും. അപ്പോൾ അവസരത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യുകയും പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ അത് വേണ്ട എന്ന്, അതായത് ഒരു ഘട്ടമെത്തി ഒരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ വലിയ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള സ്വയം ഭാവം വരുന്നു കഴിയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ, പണ്ട് ഉഭയസമ്മത പ്രകാരമായിരിക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അത്തരം കാര്യങ്ങൾ ചെയ്തതും. പക്ഷെ പിന്നീട് വരുമ്പോൾ പുരുഷൻ തെറ്റുകാരനാകുന്നു, ഞാൻ സ്ത്രീ ഏറ്റവും നല്ലവൾ, ഞാൻ ചതിക്കപ്പെട്ടവളാകുന്നു. പിന്നെ എപ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് നിയമപരമായി കുറെ ആനുകൂല്യങ്ങളുള്ളത് ദുരുപയോഗം ചെയ്യുന്ന കുറെ സ്ത്രീകളുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ പല ചാനലുകളും റീച്ചിന് വേണ്ടി ഒരു സ്ത്രീയെ, മരണപ്പെട്ടു പോയവരെ വരെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു സ്ത്രീ പ്രതികരിക്കുന്നു. അവിടെയൊക്കെയാണ് പ്രിയങ്കയുടെ ഒരു നിലപാടിന്റെ വ്യക്തിത്വത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് വേണമെങ്കിൽ അവരുടെ സിനിമയിൽ ഒരുപാട് നാളുകളായി, എത്രയോ വർഷങ്ങൾ കൊണ്ട് സിനിമയിലും സീരിയൽ മേഖലയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുണ്ടാവും. അവരും പറയുന്നുണ്ട്, എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു തുറന്നു പറച്ചിലൊക്കെ നടത്താം, കുറേ ഫേമസ് ആവാം, കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ പുറകെ പോകും, അവരും കുറച്ച് ഫേമസ് ആവും. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കി പറഞ്ഞ് പോകുന്നു. എനിക്കിപ്പോൾ ഇതൊന്നും പറയാൻ താല്പര്യമില്ല. അവർ വരുന്ന തലമുറകളോടും അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് വരുന്നവരോട് പറഞ്ഞത്. നിങ്ങൾക്കൊരു കാര്യം വേണ്ട, അത് വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമ്മൾ പറയാതെ നമ്മളെ ഒരാൾ ഉപദ്രവിക്കുക, അത്
വേറെ രീതി. നമ്മൾ കൂടി അവസരം കൊടുത്തിട്ട് ഉപദ്രവിച്ചിട്ട് കുറേ വർഷം കഴിയുമ്പോൾ എന്നെ ആ രീതിയിൽ ഉപദ്രവിച്ചു. എന്നെ ഇപ്പോൾ ഒറ്റയ്ക്കൊരു റൂമിലേക്ക് നമ്മളെ ഒരു പുരുഷൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യം ചിന്തിക്കാനുള്ള അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾ അതുവരെ ആ വ്യക്തി നമ്മളോട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച രീതി, അല്ലെങ്കിൽ നേരിട്ട് നമ്മളെ കാണുമ്പോൾ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മൈൻഡിൽ നമുക്ക് എടുക്കാം ഒരു പുരുഷൻ നമ്മളെ ഒറ്റയ്ക്കൊരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്. ഇല്ലെങ്കിൽ പിന്നെ ആ ഹോട്ടലിൽ തന്നെ ഫ്രണ്ടിലിരുന്ന് ഒരു ചായ കുടിച്ചിട്ട് സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്തിനാണ് ഹോട്ടലിൻ്റെ റൂമിൻ്റെ അകത്ത് പോയി നിന്നിട്ട് സംസാരിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, സിനിമാ മേഖലയിൽ ഇത് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഈ പല വീട്ടുവീഴ്ച ചെയ്താൽ മാത്രം അവസരം കിട്ടുമെന്നുള്ളത് ഇന്നും ഇന്നലെയും അല്ല പുറത്തു വന്ന ഒരു കാര്യമല്ല. അങ്ങനെ വിട്ടുവീഴ്ച, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ അവസരം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ചെയ്തോട്ടെ, അയാൾ കുറ്റപ്പെടുത്താനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ചെയ്തോട്ടെ എന്നാണ് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് ചെയ്യാനാണ് താല്പര്യം, അവസരങ്ങൾ കിട്ടാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, അവരങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ അങ്ങനെ വരുമ്പം കഴിവുള്ള പലരും പിന്നോക്കം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു 10 വർഷം കഴിയുമ്പോൾ എന്നെ പരാതിയുമായി വരാതിരുന്നാൽ മതി. ചെയ്യുന്നവർ ചെയ്തോട്ടെ, അവസരത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾക്കും പോകുന്നവരോട് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ കെട്ടിയിട്ട് അത് ചെയ്തു, എന്റെ മുന്നിൽ വെച്ച് അത് ചെയ്തു. എന്തിനാണ് അങ്ങനെയെങ്കിൽ സിനിമയിൽ തന്നെ ചോദിച്ചില്ലേ, അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് കൂടെ എന്ന് ചോദിക്കുന്നു. സിനിമാ മേഖലയിൽ മാത്രമല്ല, അത് ഏത് മേഖലയിൽ എടുത്താലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്തും നേടാൻ മനസ്സുള്ള ആൾക്കാരെന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ ഒരു മോശം കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നവർ. കാരണം കഴിവുള്ളവർ അവിടെ പിന്തള്ളപ്പെടുകയാണ്. തീർച്ചയായും കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവസരങ്ങൾ സിനിമയിലല്ല ഏത് മേഖലയിലായാലും. നിലവിൽ പല ആളുകളും പല സ്ഥലങ്ങളിലും കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? സിനിമാ മേഖലയിൽ മാത്രമല്ല, മാധ്യമ മേഖലയിലും ഇത്തരം ഇപ്പോൾ പ്രിയങ്ക പറഞ്ഞതുപോലെ നോ എന്ന് പറയാൻ പറ്റാത്ത പലരും നിലനിൽപ്പിന്റെ ആവശ്യകതയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു പ്രമുഖ മാധ്യമത്തിൽ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ ഔട്ടായതല്ല, മാധ്യമം പറഞ്ഞു വിട്ടതാണ്. എന്തിനാണ് രാത്രി മദ്യപിച്ചുകൊണ്ട് ഒരു സഹപ്രവർത്തകയ്ക്ക് മെസ്സേജ് അയച്ചു, അശ്ലീല മെസ്സേജ് അയച്ചു. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ആ ചാനൽ ആ വ്യക്തിയെ പുറത്താക്കി. പിന്നീട് ആ വ്യക്തി നമ്മൾ പോലും ചിന്തിക്കാത്ത മറ്റൊരു മാധ്യമത്തിലേക്ക്, ഒരിക്കലും ആ മാധ്യമത്തിലേക്ക് പോകില്ല എന്ന്, കാരണം നിലപാടുകൾ അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം മുതൽ അതിൻ്റെ തലപ്പത്ത് കയറി. അതുപോലെയാണ് പല ചാനലിരിക്കുന്ന പല തലതൊട്ടപ്പന്മാരെന്ന് പറയുന്നതും തൊട്ടപ്പിമാരെന്ന് പറയുന്ന തലൈവിമാരായിട്ടും ഒക്കെ വാഴ്ത്തുന്ന പലരും പല റെക്കമെൻഡേഷനിലൂടെയും കയറി വന്നതാണ്. കഴിവനുസരിച്ചുള്ളവരൊക്കെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നു. ഇവരൊക്കെ കഴിവില്ലാത്ത പലരും പല ചാനലുകളുടെയും തലപ്പത്ത് അല്ലെങ്കിൽ പല ചാനലുകളിലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ സ്വന്തം മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് ഈ ഘോരഘോരം പ്രസംഗിച്ചാൽ നന്നായിരിക്കും. എന്തായാലും പ്രിയങ്കയുടെ നിലപാടിനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. കാരണം അങ്ങനെ ആയിരിക്കണം. പറയേണ്ടത് കൃത്യസമയത്ത് പറയുക, ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്തു പോകുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ താഴെ ആരിനി എന്ത് മോശപ്പെട്ട കമൻ്റ് ഇട്ട് വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു കാര്യമില്ല. ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും.